മഞ്ഞ് വീഴുന്ന മലകൾക്കിടയിലൂടെ, ലോകത്തിൻ്റെ അറ്റത്തേക്കെന്ന പോലെ വളഞ്ഞു പോകുന്ന വഴികളിലൂടെ, മൂന്നാറിൻ്റെ തണുപ്പും വട്ടവടയുടെ ഗന്ധവും ആസ്വദിച്ചൊരു ബൈക്ക് യാത്ര. ഓരോ ഫ്രെയിമും ഓരോ കഥ പറയും, ഓരോ കാഴ്ചയും മനസ്സിൽ പതിയും. വെൽക്കം ടു ന്യൂ വ്ലോഗ്. അങ്ങനെ രാവിലെ ഒരു 3:30 നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ 7 മണിയായപ്പോൾ ഗ്യാപ്പ് റോഡിനടുത്തുള്ള ദേവികുളത്ത് നമ്മളെത്തി. പക്ഷെ ഇത് ഇവിടെ എത്തിയപ്പോൾ വഴിക്കൊരു ചെറിയ സംശയം വന്നു. അങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് ഗ്യാപ്പ് റോഡെത്തി ഒരു ചായക്കടയിൽ നിന്ന് കുറച്ച് വിത്തൗട്ടും ചായയൊക്കെ പറഞ്ഞ് ആ വ്യൂ ഒക്കെ കണ്ട് അവിടെ അങ്ങനെ നിന്നു. ഇവനിങ്ങനെ ഈ ക്യാമറ കറക്കിയ സമയത്ത് കിട്ടിയ ഐഡിയ ആണ് നേരെ എല്ലപ്പെട്ട് വഴി വട്ടവട പിടിക്കാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡ് നേരെ വട്ടവട വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഒട്ടുക്കത്തെ വിഷ്വൽ ബ്യൂട്ടി. ബൈക്ക് വാങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ്. ഏതായാലും ബൈക്ക് വാങ്ങി ആദ്യത്തെ ലോങ് ട്രിപ്പ് ഇത് തന്നെ തിരഞ്ഞെടുത്ത ഒരു കിടിലൻ തീരുമാനമായിട്ട് എനിക്കിപ്പോൾ തോന്നണേ. വഴിയിലെ കാഴ്ചകൾ കണ്ടപ്പോൾ ആ തീരുമാനം വളരെ കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വഴിയൊക്കെ നമുക്ക് മൺസൂൺ ആകുമ്പോൾ ഒരിക്കൽ കൂടെ വരാം. അപ്പോഴായിരിക്കും ഈ വ്യൂവിൻ്റെയൊക്കെ ഭംഗി കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വട്ടവടയുടെ ആ എൻട്രി പോയിന്റും കഴിഞ്ഞപ്പോൾ തന്നെ മൊത്തത്തിൽ ആ ജോഗ്രഫി അങ്ങ് മാറി. അങ്ങനെ ആ വഴി മുമ്പോട്ട് പോകുന്ന സമയത്താണ് റീൽസിലൊക്കെ വൈറലായ പർപ്പിൾ പൂക്കൾ നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ വിചാരിച്ചു അവിടെ നിന്ന് എല്ലാവർക്കും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. പിന്നെ അതിനുള്ള പരിപാടികളായി. അങ്ങനെ പെട്ടെന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ആ യാത്ര ചെന്ന് നിന്നത് വട്ടവടയിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഹിഡൻ വെള്ളച്ചാട്ടത്തിലേക്കാണ്, ചിലന്തിയാർ വെള്ളച്ചാട്ടം. വട്ടവട ഗ്രാമത്തിൽ നിന്നും കോവിലൂർ വഴി 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിലന്തിയാർ വെള്ളച്ചാട്ടത്തിലെത്താം. ഒരു 100 മീറ്റർ ഇങ്ങനെ കുത്തനെ താഴേക്ക് ഇറങ്ങിയാൽ മാത്രമേ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ തലകുത്തി വെള്ളത്തിൽ വീഴുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എല്ലാത്തിനും നല്ല പ്രായമായതിൻ്റെ ഒരു കഷ്ടപ്പാട് ഈ ഇറക്കത്തിൽ തന്നെ കാണാം.
അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഇറങ്ങി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ആ കഷ്ടപ്പെട്ടൊന്നും വെറുതെ ആയില്ല. അത്രയ്ക്ക് കിടിലൊരു വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ വേനൽക്കാലത്തും അവിടുത്തെ വെള്ളത്തിന് ഇത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനി ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അടുത്തൊരു വ്ളോഗിലൂടെ നമുക്ക് വേറൊരു ഹിഡൻ സ്പോട്ടിലൂടെ വീണ്ടും കാണാം.